എല്ലാവർക്കും വാവാച്ചി ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ തോട്ട് യു സീ ദ ഗോഡ് ഹെൽപ്സ് ഓൺലി ദ പീപ്പിൾ ഹൂ വർക്ക് ഹാർഡ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് വെരി ക്ലിയർ. കഠിനമായി അധ്വാനിക്കുന്ന ആളുകളെ മാത്രമേ ദൈവം സഹായിക്കൂ. ഈ തത്വം വളരെ വ്യക്തമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇറഗുലർ കമ്പാരിസനെ കുറിച്ചിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെയും ഇറഗുലർ കമ്പാരിസന്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസുകളാണ്. എൻ്റെ വാവാച്ചി ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ടുകളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം പാർട്ട് 5ഉം കണ്ടിട്ട് വേണം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ട് 6 അതായത് ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇറഗുലർ കമ്പാരിസൺ പഠിപ്പിച്ച ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതും ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ റെഗുലർ കമ്പാരിസന്റെ വീഡിയോ കണ്ടാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇറഗുലർ കമ്പാരിസന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേറ്റ് എന്ന പോസിറ്റീവിന്റെ കമ്പാരറ്റീവ് ലേറ്റ് അല്ലെങ്കിൽ ലാറ്റർ, സൂപ്പർലേറ്റീവ് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേറ്ററും ലേറ്റസ്റ്റും നമ്മൾ ടൈമിനെ കാണിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. ലേറ്ററും ലേറ്റസ്റ്റും ടൈമിനെയാണ് റിഫർ ചെയ്യുന്നത്. ലാറ്ററും ലാസ്റ്റും പൊസിഷനെയാണ് കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ലാറ്ററും ലാസ്റ്റും പൊസിഷനെയാണ് റിഫർ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾസ് ഞാൻ ഈ എക്സാമ്പിൾസ് വ്യത്യാസം കാണിക്കാനായിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് തരുന്നത്. അതായത് ലാറ്ററും ലാസ്റ്റും പൊസിഷനെയാണ് കാണിക്കുന്നത്, ലേറ്ററും ലേറ്റസ്റ്റും ടൈമിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം കാണിക്കാനായിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് തരുന്നത്. അപ്പോൾ ആ വ്യത്യാസം മാത്രമാണ് ഞാൻ ഈ എക്സാമ്പിൾസിൽ പറയുന്നുള്ളൂ. He is later than I expected. ഈ സെന്റൻസിൽ നമ്മൾ later ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് നമുക്ക് later ഉപയോഗിച്ചൂടാ? എന്തുകൊണ്ട് നമ്മൾ later ഉപയോഗിച്ചില്ല ലേറ്ററിന് പകരം? കാരണം later ആണ് ടൈമിനെ റിഫർ ചെയ്യുന്നത്. ടൈമിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ later ആണ്. അപ്പോൾ ഈ സെന്റൻസ് ടൈമിനെയാണ് കാണിക്കുന്നത്. അതായത് He is later than I expected. ഞാൻ വിചാരിച്ചതിനേക്കാളും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അവൻ വളരെ വൈകിയാണ് വന്നത്. അതൊരു ടൈമാണ് കാണിക്കുന്നത്. ഈ സെന്റൻസ് ടൈമാണ് കാണിക്കുന്നത്. പിന്നെ ഈ സെന്റൻസ് ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. അത് കാരണം നമ്മൾ ലേറ്ററിന്റെ കമ്പാരറ്റീവ് ഡിഗ്രി ആയ ലേറ്റർ അത് ടൈമിനെ റിഫർ ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ലേറ്റർ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ലേറ്റർ ഉപയോഗിച്ചതിന്റെ കാരണം ഈ സെന്റൻസ് ഒരു ടൈമിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലേറ്റർ ഉപയോഗിച്ചേക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസ് The latter chapters are lacking in interest. ഈ സെന്റൻസിൽ നമ്മൾ latter ആണ് ഉപയോഗിച്ചത്. കാരണം ഈ സെന്റൻസ് ഒരു പൊസിഷനെയാണ് കാണിക്കുന്നത്. അതായത് ആ ചാപ്റ്ററിന്റെ പൊസിഷനാണ്, ചാപ്റ്റേഴ്സിന്റെ പൊസിഷനെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നീടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിന്റെ ഒരു പൊസിഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. പൊസിഷനെ കാണിക്കാൻ നമ്മൾ ലാറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ലാറ്റർ കഴിഞ്ഞിട്ട് ദാൻ ഉണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. സർട്ടൈൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്പാരറ്റീവ്സിന്, ചില ഇംഗ്ലീഷ് കമ്പാരറ്റീവ്സിന് അതിന്റെ കമ്പാരറ്റീവ് മീനിങ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുക. അത് കാരണം നമ്മൾ അതിനുശേഷം ആ വാക്കുകൾക്ക് ശേഷം ദാൻ ഉപയോഗിക്കില്ല. കുറച്ച് വാക്കുകളുണ്ട്, ഞാനത് പറയാം. ഈ വേർഡ്സുകൾക്ക് ശേഷം അതായത് ഫോർമർ, ലാറ്റർ, എൽഡർ, അപ്പർ, ഇന്നർ, ഔട്ടർ, അട്ടർ ഈ വേർഡ്സുകൾക്ക് ശേഷം ദാൻ ഉണ്ടാവില്ല. അത് കാരണമാണ് ലാറ്ററിന് ശേഷം ദാൻ ഇല്ലാത്തത്.
ഈ സെന്റൻസ് ഒരു പൊസിഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ലാറ്റർ ഉപയോഗിച്ചു. തേർഡ് വൺ, ഐ ഹാവ് നോട്ട് ഹേർഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. ഈ സെന്റൻസിൽ നമ്മൾ ലേറ്റസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്കറിയാം ലേറ്റ് എന്ന പോസിറ്റീവിന് രണ്ട് സൂപ്പർലേറ്റീവ്സ് ഉണ്ട്, ലേറ്റസ്റ്റും ലാസ്റ്റും. അതില് ലേറ്റസ്റ്റ് ഉപയോഗിക്കേണ്ടത് ടൈമിനെ കാണിക്കാനായിട്ടാണ്, ലാസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനെ കാണിക്കാനായിട്ടാണ്? പൊസിഷനെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ സെന്റൻസ് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഈ സെന്റൻസ് ഒരു ടൈമിനെയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ലേറ്റസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് നോട്ട് ഹേർഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. അടുത്തത്, അവേഴ്സ് ഈസ് ദ ലാസ്റ്റ് ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. ഈ സെന്റൻസിൽ നമ്മൾ ലാസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം എന്താണ് ലാസ്റ്റ്? ഈ സെന്റൻസ് ഒരു പൊസിഷനെയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വീട് സ്ട്രീറ്റിന്റെ ലാസ്റ്റ് ആണ്, വീടിന്റെ പൊസിഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ ലാസ്റ്റ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്ന സ്ഥലത്ത് കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്ന സ്ഥലത്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇറഗുലർ കമ്പാരിസൺ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾഡ് എന്ന പോസിറ്റീവിന്റെ കമ്പാരറ്റീവ് ഓൾഡർ അല്ലെങ്കിൽ എൽഡർ, സൂപ്പർലേറ്റീവ് ഓൾഡസ്റ്റ് അല്ലെങ്കിൽ എൽഡസ്റ്റ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇറഗുലർ കമ്പാരിസണിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നും കൂടി പറയുന്നതാണ്. എൽഡറും എൽഡസ്റ്റും ഉപയോഗിക്കേണ്ടത് സെയിം ഫാമിലി മെമ്പേഴ്സിലത്തെ മുതിർന്ന ആളെ കാണിക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ മുതിർന്ന ആളെ കാണിക്കാനായിട്ടാണ് നമ്മൾ എൽഡറും എൽഡസ്റ്റും ഉപയോഗിക്കുന്നത്. മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിനെ ആയിരിക്കും നമ്മൾ എൽഡറിലോ അല്ലെങ്കിൽ എൽഡസ്റ്റിലോ ഉപയോഗിക്കുക. ഓൾഡറും ഓൾഡസ്റ്റും ഉപയോഗിക്കുന്നത് പേഴ്സൺസിനെ, തിങ്സിനെ, പിന്നെ ഏജും കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓൾഡറും ഓൾഡസ്റ്റും ഉപയോഗിക്കുന്നത് പീപ്പിൾസിനെ, തിങ്സിനെ, പിന്നെ ഏജ് കാണിക്കാനായിട്ടും ഉപയോഗിക്കും. ഏജ് ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ അത് മനസ്സിലാവും. പറയാം. എക്സാമ്പിൾ, ജോൺ ഈസ് മൈ എൽഡർ ബ്രദർ. ഈ എക്സാമ്പിൾസിലും ഞാൻ ആ ഡിഫറൻസ് കാണിക്കാനായിട്ടാണ് ഈ എക്സാമ്പിൾസും തന്നേക്കുന്നത്. ജോൺ, ഫസ്റ്റ് വൺ, ജോൺ ഈസ് മൈ എൽഡർ ബ്രദർ. ഈ സെന്റൻസിൽ നമ്മൾ എൽഡർ ആണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഈ സെന്റൻസ് പറയുന്നത് ജോൺ എൻ്റെ മൂത്ത ബ്രദർ ആണ്. അപ്പോൾ ഇതൊരു സെയിം ഫാമിലി മെമ്പർ ആണ് അല്ലേ? ജോൺ എന്ന് പറയുന്നത് ബ്രദർ ആണ്, സെയിം മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിയാണ്. അപ്പൊ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിയിൽ പറയുമ്പോൾ നമ്മൾ എൽഡർ ആണ് ഉപയോഗിക്കുക. മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി ഒരു മുതിർന്ന ആളെ കാണിക്കാനായിട്ട് നമ്മൾ എൽഡർ ആണ് ഉപയോഗിക്കുക. അത് കാരണം നമ്മൾ ഇവിടെ എൽഡർ ആണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എൽഡറിന്റെ കൂടെ നമ്മൾ ദാൻ ഉപയോഗിക്കില്ല. എൽഡർ ദാൻ എന്ന് നമ്മൾ പറയില്ല. എൽഡറിന് ശേഷം ദാൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് സെന്റൻസ്, റസ്റ്റം ഈസ് ദ എൽഡസ്റ്റ് ഓഫ് മൈ അങ്കിൾസ് 5 sons. റസ്റ്റം എൻ്റെ അങ്കിളിന്റെ 5 സൺസിൽ ഏറ്റവും മൂത്തതാണ്. അങ്കിളിന്റെ 5 സൺസിൽ മുതിർന്ന ആളാണ് റസ്റ്റം. അപ്പോൾ അതൊരു ഫാമിലി മെമ്പർ ആണ്. അപ്പോൾ നമ്മൾ എൽഡസ്റ്റ് ആണ് ഉപയോഗിച്ചത്. കാരണം ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. കാരണം ആ 5 സൺസിൽ ഏറ്റവും മുതിർന്ന ആളാണ് റസ്റ്റം. അപ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പിന്നെ ദായിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദായി ഉണ്ടാവുമെന്ന്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അത് കാരണം നമ്മൾ എൽഡസ്റ്റ് ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്തത്, ഹി ഈസ് ഓൾഡർ ദാൻ ഹിസ് സിസ്റ്റർ. അവൻ അവന്റെ സിസ്റ്ററിനേക്കാളും മൂത്തതാണ്. ഈ സെന്റൻസിൽ നമ്മൾ ഓൾഡർ ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ഓൾഡർ ഉപയോഗിച്ചത്? കാരണം ഓൾഡർ ഏജ് കാണിക്കും. ഏജ് കാണിക്കാൻ നമ്മൾ ഓൾഡറും ഓൾഡസ്റ്റുമാണ് ഉപയോഗിക്കുക. ഈ സെന്റൻസ് ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓൾഡർ ഉപയോഗിച്ചു. അവൻ അവളേക്കാൾ മൂത്തതാണ്. ആ ഒരു ഏജ് ആണ് കാണിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഓൾഡർ ഉപയോഗിച്ചു. അപ്പൊ ഏജ് കാണിക്കുമ്പോ അതൊരു ഫാമിലി മെമ്പർ ആയാലും നമുക്ക് ഓൾഡർ ഉപയോഗിക്കാം.
he is older than his sister. കാരണം ഈ സെന്റൻസിൽ ഇവരുടെ രണ്ടുപേരും, അതായത് ഇവന്റെ സിസ്റ്ററിനേക്കാളും മൂത്തതാണെന്നാണ് കാണിക്കുന്നത്. അതൊരു ഏജ് ആണ്. അപ്പോൾ നമ്മൾ ഓൾഡർ ആണ് ഉപയോഗിച്ചത്. ഓൾഡറിന്റെ കൂടെ നമുക്ക് ഓൾഡറിന് ശേഷം ദാൻ ഉണ്ടാവും. എൽഡറിന് ശേഷമാണ് ദാൻ ഇല്ലാത്തത്. ഫോർത്ത് വൺ, മിസ്റ്റർ സ്മിത്ത് ഈസ് ദ ഓൾഡസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. ഇതിൽ നമ്മൾ ഓൾഡസ്റ്റ് ആണ് ഉപയോഗിച്ചത്. കാരണം സ്കൂളിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ് മിസ്റ്റർ സ്മിത്ത്. അതൊരു ഫാമിലി മെമ്പർ ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ ഓൾഡസ്റ്റ് ആണ് ഉപയോഗിക്കാം. കാരണം ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഓൾഡസ്റ്റ് ഉപയോഗിക്കാൻ കാരണം ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഒരു സ്കൂളിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ടീച്ചറാണ്. അപ്പോൾ ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. പിന്നെ ദായുണ്ട്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ടെമ്പിൾ ഇൻ കൊൽക്കത്ത. ഈ സെന്റൻസിൽ നമ്മൾ ഓൾഡസ്റ്റ് ആണ് ഉപയോഗിച്ചത്. കാരണം അതൊരു തിങ്ങിനെയാണ് പറയുന്നത്. ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള പഴക്കം ഉള്ള ഒരു ടെമ്പിൾ ആണ് ഇത്. കൊൽക്കത്തയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ അത് ഓൾഡസ്റ്റ് ആണ് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു തിങ്സിനൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൾഡറോ ഓൾഡസ്റ്റ് ആണ് ഉപയോഗിക്കുക. സെന്റൻസ് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയത് കാരണം നമ്മൾ ഓൾഡസ്റ്റ് ഉപയോഗിച്ചു. ശ്രദ്ധിക്കേണ്ടത്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്ന സ്ഥലത്ത് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്ന സ്ഥലത്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. അടുത്തത് fill in the blanks with older or elder. ഓൾഡറോ അല്ലെങ്കിൽ എൽഡറോ വെച്ച് ഈ ബ്ലാങ്ക്സുകൾ ഫിൽ ചെയ്യാം. ഫസ്റ്റ് വൺ, ഐ ഹാവ് ആൻ ഡാഷ് സിസ്റ്റർ. ഓൾഡർ ആണോ ഉപയോഗിക്കുക, നമ്മൾ എൽഡർ ആണോ ഉപയോഗിക്കുക? ഈ സെന്റൻസിൽ ഏത് ഉപയോഗിക്കാം? നമ്മൾ എൽഡർ ആണ് ഉപയോഗിക്കുക. കാരണം ഇതൊരു ഫാമിലി മെമ്പറിനെ കാണിക്കുന്നത്. നമ്മൾ പഠിച്ചു ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിനെ കാണിക്കാൻ നമ്മൾ എൽഡർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ, എൽഡർ. സെക്കൻഡ് വൺ, രാമ ഈസ് ഡാഷ് ദാൻ ഹരി ബൈ 2 years. ഈ സെന്റൻസിൽ നമ്മൾ ഓൾഡർ ആണോ എൽഡർ ആണോ ഉപയോഗിക്കുക? ഏത് ഉപയോഗിക്കുക? നമ്മൾ ഓൾഡർ ആണ് ഉപയോഗിക്കുക. കാരണം എന്താ? നമ്മൾ ഏജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഏജ് കാണിക്കുമ്പോൾ രാമ ഹരിയേക്കാളും 2 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ അതൊരു ഏജ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഓൾഡർ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡറിന് ശേഷം ദാൻ ഉണ്ടാവും, എൽഡറിന് ശേഷം ദാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പൊ ഒരു സെന്റൻസിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഓൾഡർ ഓർ എൽഡർ എന്ന് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എൽഡറോ ഓൾഡറോ വെച്ചിട്ട് ഈ ബ്ലാങ്ക്സുകൾ ഫില്ല് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ദാൻ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് ഓൾഡർ ആണ്. ദാൻ ഇല്ലെങ്കിൽ അത് എൽഡർ ആവും. കാരണം എൽഡറിന് ശേഷം ദാൻ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ മാത്രം, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഓൾഡർ ഓർ എൽഡർ എന്ന് വരാണെങ്കിൽ മാത്രം നമുക്കിങ്ങനെ ചിന്തിക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ അത് ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്തത് തേർഡ് വൺ, ദ നെഫ്യൂ ഈസ് ഡാഷ് ദാൻ ഹിസ് അങ്കിൾ. ഏതാ വര? എൽഡർ ആണോ ഓൾഡർ ആണോ വര? ഓൾഡർ ആണ് വര. കാരണം ഇതിൽ നമ്മൾ ഒരു ഏജ് ആണ് പറയണത് അല്ലേ? നെഫ്യൂ അങ്കിളിനേക്കാളും ഓൾഡർ ആണ്, മൂത്തതാണെന്നാണ് പറയണത്, ഏജ് ആണ് പറയണത്. അവിടെ ഫാമിലി മെമ്പർ ആയാലും ഏജ് ആണ് പറയണമെങ്കിൽ നമുക്ക് ഓൾഡർ ഉപയോഗിക്കാം. പിന്നെ നമുക്കത് ഒരു ഈസി മെത്തേഡ് ദാൻ ഉണ്ട്. അപ്പൊ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഓൾഡർ ഓർ എൽഡർ എന്നാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്കിൽ ദാൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഓൾഡർ ആവും. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഓൾഡസ്റ്റ് ഓർ എൽഡസ്റ്റ്. ഓൾഡസ്റ്റോ അല്ലെങ്കിൽ എൽഡസ്റ്റോ വെച്ചിട്ട് ഈ ബ്ലാങ്ക്സുകൾ ഫിൽ ചെയ്യാം. റസ്റ്റം ഇസ് ദ ഡാഷ് ഓഫ് മൈ അങ്കിൾസ് 5 sons. ഏതാ വര? ഓൾഡസ്റ്റ് ആണോ എൽഡസ്റ്റ് ആണോ വര? എൽഡസ്റ്റ്. ഈ എക്സാമ്പിൾ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം എൽഡസ്റ്റ് ആണ് വരുന്നതെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെയാണ് കാണിക്കുന്നത്. അടുത്തത് സെക്കൻഡ് വൺ, ദ ഡാഷ് മോസ്റ്റ്
the railway station. ഇതിലേതാ വരാ? ഓൾഡസ്റ്റ് ആണോ എൽഡസ്റ്റ് ആണോ വരാ? ഓൾഡസ്റ്റ് ആണ് വരാ. കാരണം ഒരു തിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്, തിങ്ങിന്റെ പഴക്കത്തിനെയാണ് നമ്മൾ പറയുന്നത്. The oldest mosque in the town, അതായത് ഏറ്റവും ടൗണിലത്തെ ഏറ്റവും പഴക്കം ചേർന്ന മോസ്ക്, അത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇതില് സൂപ്പർലേറ്റീവ് ആണ്, കാരണം ടൗണിലത്തെ ഓൾഡസ്റ്റ് ആണ്, ഓൾഡസ്റ്റ് മോസ്ക് ആണ് ടൗണിലത്തെ. അപ്പൊ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. പിന്നെ ഓൾഡസ്റ്റിന് മുമ്പ് ദായുണ്ട്. സാധാരണയായി കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാനാണ് ഉണ്ടാവുക. പക്ഷേ ഈ കാണുന്ന കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിന് ശേഷം ടു ആണ് ഉണ്ടാവുക. അതായത് ഇൻഫീരിയർ, സുപ്പീരിയർ, പ്രിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, സീനിയർ, ജൂനിയർ. ഈ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സിന് ശേഷം ടു ആണ് ഉണ്ടാവുക. അതായത് ഇൻഫീരിയർ ടു എന്നാണ് നമ്മൾ പറയുക. ഇൻഫീരിയർ ദാൻ എന്ന് നമ്മൾ പറയില്ല, ഇൻഫീരിയർ ടു എന്നാണ് നമ്മൾ പറയുക. അതുപോലെ അടുത്തത് സപ്ലൈ ദ പ്രോപ്പർ ഫോം കമ്പാരറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഓഫ് ദ അഡ്ജക്റ്റീവ്. അതായത് അഡ്ജക്റ്റീവിന്റെ പ്രോപ്പർ ഫോം, അതായത് കമ്പാരറ്റീവോ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവോ നൽകുക. അതായത് ഞാൻ പറയാം, ഷാർപ്പ് എന്ന വേർഡ്, ഈ സെന്റൻസിൽ ഷാർപ്പ് എന്ന വേർഡിന്റെ കമ്പാരറ്റീവ് ആണോ സൂപ്പർലേറ്റീവോ ഈ ഡാഷില് പൂരിപ്പിക്കുക. അത് കറക്റ്റ് ആയിരിക്കണം. ഈ സെന്റൻസിൽ ഏതാണോ ഉപയോഗിക്കേണ്ടത്, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കാം, കമ്പാരറ്റീവ് ആണെങ്കിൽ കമ്പാരറ്റീവ് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, യുവർ നൈഫ് ഈസ് ഷാർപ്പ് ബട്ട് മൈൻ ഈസ് ഡാഷ്. ഈ ഡാഷിൽ നമ്മൾ ഷാർപ്പിന്റെ കമ്പാരറ്റീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഷാർപ്പിന്റെ കമ്പാരറ്റീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഷാർപ്പ്, യുവർ നൈഫ് ഈസ് ഷാർപ്പ് ബട്ട് മൈൻ ഈസ് ഷാർപ്പ്. നിന്റെ നൈഫ്, നിന്റെ കത്തി ഷാർപ്പാണ്, പക്ഷെ എന്റെ ഷാർപ്പർ ആണ്. ഇതിൽ നമ്മൾ രണ്ടുപേരുടെ കത്തിയാണ് കമ്പയർ ചെയ്യണം. രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അപ്പൊ രണ്ടെണ്ണത്തിന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഷാർപ്പർ. രണ്ട് പേരുടെ കത്തിയുടെ മൂർച്ചേനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. യുവർ നൈഫ് ഈസ് ഷാർപ്പ് ബട്ട് മൈൻ ഈസ് ഷാർപ്പർ. അടുത്തത്, രാമൻസ് വർക്ക് ഈസ് ബാഡ്, ഹരീസ് ഈസ് ഡാഷ് ബട്ട് ഗോവിന്ദ്സ് ഈസ് ദ ഡാഷ്. രാമൻസ് വർക്ക് ഈസ് ബാഡ്, ഹരീസ് ഈസ് ഡാഷ്. ഈ ഡാഷിൽ നമ്മൾ ബാഡിന്റെ കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്, സൂപ്പർലേറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്? ഏത് ബാഡിന്റെ കമ്പാരറ്റീവ്? വേഴ്സ്. സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ്. ഇറഗുലർ കമ്പാരിസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഈ ഡാഷില് നമ്മൾ കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്, വേഴ്സ്. രാമന്റെ വർക്ക് ബാഡ് ആണ്, ഹരിയുടെ വർക്ക് വേഴ്സ് ആണ്. അതായത് ഇതില് രാമന്റെ വർക്കിനെയും ഹരിയുടെ വർക്കിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കേണ്ടത്? കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്, വേഴ്സ്. രാമൻസ് വർക്ക് ഈസ് ബാഡ്, ഹരീസ് ഈസ് വേഴ്സ്, ബട്ട് ഗോവിന്ദ്സ് ഈസ് ദ ഡാഷ്. ഈ ഡാഷിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? കമ്പാരറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ? സൂപ്പർലേറ്റീവ്. കാരണം നമ്മൾ രണ്ടിൽ കൂടുതൽ എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ രണ്ടിൽ കൂടുതൽ എണ്ണത്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്. രാമന്റെ വർക്കിനെ കമ്പയർ ചെയ്തു, ഹരിയുടെ വർക്കിനെ കമ്പയർ ചെയ്തു, ഗോവിന്ദിന്റെ വർക്കിനെ കൂടി കമ്പയർ ചെയ്യുമ്പോൾ മൂന്നെണ്ണത്തിനെയാണ് കമ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ വേഴ്സ്റ്റ് ആയിരിക്കും. ഈ സെന്റൻസിൽ നമ്മൾ മൂന്നെണ്ണത്തിനായിരിക്കും, ഈ സെന്റൻസിൽ നമ്മൾ മൂന്നെണ്ണത്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്. രാമൻസ് വർക്ക് ഈസ് ബാഡ്, അത് പോസിറ്റീവ്, ബാഡ് പോസിറ്റീവ്. ഹരീസ് ഈസ് ദ വേഴ്സ്, വേഴ്സ് കമ്പാരറ്റീവ്. ബട്ട് ഗോവിന്ദ്സ് ഈസ് ദ വേഴ്സ്റ്റ്, സൂപ്പർലേറ്റീവ്. വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർലേറ്റീവിന് മുമ്പിൽ ദായ് ഉണ്ടാവും. അപ്പൊ ദായ് ഉണ്ട്, അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഇതിന് മുമ്പിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സൂപ്പർലേറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കണേന്ന്.
പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ കാണുന്നില്ല. ചിലപ്പോൾ ചില എക്സെപ്ഷണൽ കേസസ് വരാം. പക്ഷെ മിക്കപ്പോഴും നമുക്ക് ചിന്തിക്കാം. അടുത്തത് അയൺ ഈസ് ഡാഷ് ദാൻ എനി അതർ മെറ്റൽ. ഇതിൽ നമ്മൾ ഈ ഡാഷ് നമ്മൾ യൂസ്ഫുള്ളിന്റെ കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്, സൂപ്പർലേറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് ഉപയോഗിക്കേണ്ടത്? നമ്മൾ കമ്പാരറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ എനി അതർ മെറ്റൽ. മറ്റേത് മെറ്റലിനേക്കാളും ഏറ്റവും യൂസ്ഫുൾ അയൺ ആണ്. മോർ യൂസ്ഫുൾ. Iron is more useful than any other metal. ഇതില് നമ്മൾ മറ്റേതെങ്കിലും മെറ്റലിനേക്കാളും അയൺ ആണ് ഏറ്റവും യൂസ്ഫുൾ. അപ്പൊ ഇതൊരു കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ യൂസ്ഫുളിന് ശേഷം ദാൻ ഉണ്ടാവും. കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാരണം ദാൻ ഉണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം ഇതൊരു കമ്പാരറ്റീവ് ഡിഗ്രി ആണെന്ന്. പിന്നെ നമുക്ക് അടുത്തൊരു സെന്റൻസ് കൂടി വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവും. അയൺ ഈസ് ദ ഡാഷ് ഓഫ് ഓൾ മെറ്റൽസ്. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കുക? യൂസ്ഫുളിന്റെ സൂപ്പർലേറ്റീവ് ആണോ കമ്പാരറ്റീവ് ആണോ? സൂപ്പർലേറ്റീവ് ആണ് ഉപയോഗിക്കുക. അയൺ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ. Iron is the most useful of all metals. ഈ സെന്റൻസിൽ നമ്മൾ അയൺ എല്ലാ മെറ്റൽസിനേക്കാളും ഏറ്റവും യൂസ്ഫുൾ എന്നാണ് പറയുന്നത്. അയൺ എല്ലാ മെറ്റൽസിനേക്കാളും. പക്ഷെ നമ്മൾ ഇതിന് മുമ്പിലുള്ള സെന്റൻസിൽ എന്തിട്ടാ പറഞ്ഞത്? മറ്റേതെങ്കിലും മെറ്റലിനേക്കാളും അയൺ ആണ് ഏറ്റവും യൂസ്ഫുൾ. അപ്പൊ ഏതാണ് സൂപ്പർലേറ്റീവ് ആയിട്ട് വരാ? എല്ലാ മെറ്റൽസിനേക്കാളും. ഈ സെന്റൻസ് വരാം, ലാസ്റ്റ് സെന്റൻസ് വരാം. കാരണം നമ്മൾ പറയുന്നത് അയൺ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ഓഫ് ഓൾ മെറ്റൽസ്. എല്ലാ മെറ്റൽസിനേക്കാളും എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സെന്റൻസ് ആയിരിക്കും സൂപ്പർലേറ്റീവ് ആയിട്ട് വരാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർലേറ്റീവിന് മുമ്പ് ദാ ഉണ്ടാവും. ഈ ദാ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സൂപ്പർലേറ്റീവ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഈ സെന്റൻസിൽ ദാൻ ഉണ്ട്. ഈ സെന്റൻസിൽ കമ്പാരറ്റീവിന് ശേഷം ദാൻ ഉണ്ട്. ഈ ദാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കമ്പാരറ്റീവ് ആണ് വരാം. ഇനി അടുത്തത് which of these two pens are better? ഈ സെന്റൻസിൽ ഏതാണ് അഡ്ജക്റ്റീവ്? better അല്ലേ? ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണോ ഉള്ളത്? ഈ better ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കാരണം ഗുഡ് എന്ന പോസിറ്റീവിന്റെ കമ്പാരറ്റീവ് ഡിഗ്രി ബെറ്റർ നമ്മൾ റെഗുലർ കമ്പാരിസണിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെന്റൻസിൽ നമ്മൾ രണ്ട് പെൻസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ രണ്ടെണ്ണത്തിനെയായിരിക്കും കമ്പയർ ചെയ്യാം. ഈ സെന്റൻസിൽ നമ്മൾ രണ്ട് പെൻസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസിൽ ബെറ്റർ എന്ന അഡ്ജക്റ്റീവ് ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത്. ഇനി അടുത്തത് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ലിറ്റിൽ എന്ന അഡ്ജക്റ്റീവിന്റെ കമ്പാരറ്റീവ് ഡിഗ്രി ആണോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ ഈ സെന്റൻസിന് നൽകേണ്ടത്? ദാറ്റ് ഈസ് ദ ഡാഷ് പ്രൈസ് ഐ ക്യാൻ ടേക്ക്. ഏതാണ് നൽകേണ്ടത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. that is the least price I can take. എനിക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പൈസയാണ് ഇത്. അപ്പോൾ ഈ സെന്റൻസിൽ എങ്ങനെയാണ് നമുക്ക് ലീസ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയത്? ദാ അവിടെ ഉണ്ട് അല്ലെ? നമുക്ക് ഈ സെന്റൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ ഉണ്ടാവും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ലീസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ വാവാച്ചി ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നേരൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കണും അമർത്തി ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും അമർത്തണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി
ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.